everyone. അപ്പോൾ മക്കളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ +2 എക്കണോമിക്സിലെ മാക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അറിയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എന്താ ചിലർക്ക് ഓണം എക്സാമിന് ഈ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, മറ്റു ചിലർക്കായിക്കോട്ടെ ഈ ഒരു ചാപ്റ്റർ ഇല്ലായിരുന്നു. ഓക്കെ, എന്നിരുന്നാലും എന്താണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിനും ഫൈനൽ എക്സാമിനും ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ എന്താണ് 4 മാർക്സിന് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ നമ്മൾ ഉദ്ദേശിക്കാത്തൊരു ചാപ്റ്റർ കൂടിയാണ് ഇത്, കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് എന്ത്, എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 4 മാർക്സിനും 5 മാർക്സിനും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ടോപ്പിക് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് പറയും റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ടോപ്പിക് ദ ഗ്രേറ്റ് ഡിപ്രഷൻ 1929 എന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ അത് രണ്ട് ചോദിച്ചാലും നമ്മൾ എന്താ സെയിം ആൻസർ ആക്കി വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സിന്റെ ജനനം, ഉത്ഭവം എങ്ങനെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയണത് പോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് ആദ്യം നമ്മുടെ ആഡം സ്മിത്ത് നമ്മുടെ എക്കണോമിക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ജസ്റ്റ് എന്താണ് ഓരോ ഇൻഡിവിജ്വലിന്റെ കാര്യങ്ങൾ അല്ലെ, ഓരോ ഇൻഡിവിജ്വലിന്റെ വെൽഫെയറും കാര്യങ്ങളും നോക്കിയിരുന്നുള്ളൂ, അല്ലാതെ നമ്മുടെ എക്കോണമിയുടെ ഹോൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കിയിരുന്നില്ല. നമുക്ക് ജസ്റ്റ് എന്താണ് മൈക്രോ എക്കണോമിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് എന്താണ് സംഭവിച്ചത്, അമേരിക്കയിൽ 1929 ഒരു സംഭവം ഉണ്ടായി. ഓക്കെ, അതിലൂടെയാണ് എന്താണ് നമ്മുടെ മാക്രോ എക്കണോമിക്സിലേക്കുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ പോയത്. ഓക്കെ, അതിനു മുമ്പേ ആളുകൾ എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നെന്ന് അറിയാം, ആർക്കൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ ജോലി കിട്ടും. ആഹാ, എന്താ അല്ലേ, ആർക്കൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടോ, ജോലി ചെയ്യാൻ റെഡിയാണോ, എങ്കിൽ നിങ്ങൾക്ക് ജോലി കൺഫേം. ഓക്കെ, നടന്നത് തന്നെ അല്ലെ. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറീസ് ഒക്കെ, ഓക്കെ, അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറീസ് ഒക്കെ എന്താണ് ഫുൾ കപ്പാസിറ്റിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ഫുൾ പവറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാസിക്കൽ ട്രഡീഷൻ എന്ന് വിളിക്കും. ഓക്കെ, പണ്ടുള്ളവർ ഇങ്ങനെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായത് എന്താണെന്ന് നോക്കിയേ, ഓൾ ദ ലേബറേഴ്സ് ഹു ആർ റെഡി ടു വർക്ക് വിൽ ഫൈൻഡ് എംപ്ലോയ്മെന്റ്. കണ്ടോ, എന്താണ് ആർക്കൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ ജോലി കിട്ടും. ആൻഡ് എന്താണ്, ആൻഡ് ഓൾ ദ ഫാക്ടറീസ് വിൽ ബി വർക്കിംഗ് അറ്റ് ദർ ഫുൾ കപ്പാസിറ്റി. എന്താണ്, എല്ലാ ഫാക്ടറീസും എന്താണ് അവിടെ ഫുൾ കപ്പാസിറ്റിയിലായിരിക്കും വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ദിസ് സ്കൂൾ ഓഫ് തോട്ട് ഇസ് നോൺ ആസ് ദി ക്ലാസിക്കൽ ട്രഡീഷൻ. ഇതിനെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് എന്തെന്ന്, ക്ലാസിക്കൽ ട്രഡീഷൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു ആളുകളുടെ ചിന്താഗതിയും കാര്യങ്ങളും ഒക്കെ. എന്താണ് ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഡിമാൻഡും സപ്ലൈയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്നുള്ളൂ, ഓരോ ഇൻഡിവിജ്വൽ എന്താണ് വെൽഫെയറും കാര്യങ്ങളും നമ്മൾ നോക്കിയിരുന്നുള്ളൂ, അല്ലാതെ എന്താണ് നമ്മുടെ ഇക്കോണമി ആസ് എ ഹോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ലായിരുന്നു. ഓക്കെ, അങ്ങനെയായിരുന്നു സംഭവം, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് എന്ത് സംഭവിച്ചത്, അമേരിക്കയിൽ 1929 എന്ത് സംഭവിച്ചത്, ദ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നത്. ഓക്കെ, എന്താണ് ഏകദേശം 10 വർഷം നീണ്ടു നിന്ന ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ, ഭയങ്കര എന്താണ് അമേരിക്കയുടെ ഇക്കോണമി എന്താണ് തകർന്ന് തരിപ്പണമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതെന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് നോക്കിയേ, ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലോങ്സ്റ്റ് ഇക്കണോമിക് റിസഷൻ ഇൻ ദ മോഡേൺ വേൾഡ് ഹിസ്റ്ററി ദാറ്റ് റാൻ ബിറ്റ്വീൻ 1929 ആൻഡ് 1941. കണ്ടോ, 1929 എന്താ സംഭവിച്ചത്, അമേരിക്കയിൽ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു. എങ്ങനെയാണ് ഇത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റില് അക്കാലത്തൊക്കെ നമ്മൾ ഈ ഫോണിൽ ട്രേഡിങ്ങും കാര്യങ്ങളും ഒന്നും അല്ലായിരുന്നു. എന്താണ് നമ്മൾ ഓരോ ആളുകളെ എടുത്തു പോയിട്ട് അങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് എന്താ സംഭവിച്ചത്, അത് മൊത്തം ക്രാഷ് ആയി. ഓക്കെ, അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് പേടി ഉണ്ടാവില്ലേ, അയ്യോ ഞങ്ങളുടെ പൈസ പോകുമോ, ഞങ്ങൾ അത്രയും സേവ് ചെയ്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ മൊത്തം പോവോ എന്നിങ്ങനെ ഫുൾ പേടിയും കാര്യങ്ങളും ആയി. അപ്പൊ എന്താ സംഭവിച്ചത്, ആളുകൾ ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ആളുകളും ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്, ബാങ്ക് ഫെയിലിയർ വന്നു. അതുപോലെ തന്നെ നോക്കിയാൽ ഇപ്പൊ നമ്മുടെ അമേരിക്കയുടെ എക്കോണമിയിൽ 100 കിലോ അരി മതി എന്ന് വിചാരിക്കുക, അസംഷൻ ആണ് കേട്ടോ. പക്ഷെ എന്താണ് അമേരിക്കക്കാരെന്താ 500 കിലോ അരി പ്രൊഡ്യൂസ് ചെയ്തു, ഓവർ പ്രൊഡക്ഷൻ. ഇതും എന്തിനു കാരണമായി, ഗ്രേറ്റ് ഡിപ്രഷൻ, അമേരിക്കയിൽ ഗ്രേറ്റ് ഡിപ്രഷൻ വരാൻ കാരണമായി. നോക്കി എന്തൊക്കെ കാരണങ്ങളാന്ന് നോക്കിയേ, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് നമ്മൾ പറഞ്ഞു, അതേപോലെ എന്താ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഓവർ പ്രൊഡക്ഷൻ ആൻഡ് ബാങ്കിങ് ഫെയിലിയർ. ഇത് കാരണമാണ് എന്ത് സംഭവിച്ചത്, ഗ്രേറ്റ് ഡിപ്രഷൻ 1929 വന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതങ്ങ് അമേരിക്കയിൽ നടന്ന കാര്യം നമ്മളെ എങ്ങനെ അഫക്ട് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കാം. നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്നത് എന്താണ്, ഒരു പവർഫുൾ കൺട്രിയാണ്, ഒരു പവർഫുൾ നേഷൻ ആണ് അല്ലെ. പല രാജ്യങ്ങളും അമേരിക്കനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ നോർത്ത് അമേരിക്കയും അതുപോലെ യൂറോപ്പിലും ഒക്കെ എന്താ സംഭവിച്ചെന്ന് അറിയാം, ഔട്ട്പുട്ട് ലെവലും അതേപോലെ എംപ്ലോയ്മെന്റ് ലെവലും ആളുകളുടെ എന്താണ് നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, നമ്മൾ പ്രൊഡക്ഷൻ്റെ ആ ഒരു ലെവലും അതേപോലെ ആളുകളുടെ ജോലിയുടെ ആ ഒരു ലെവലും എംപ്ലോയ്മെന്റ് തൊഴിലിൻ്റെ ആ ഒരു ലെവലും ഒക്കെ എന്താ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അത് മാത്രമല്ല എന്താണ് പല ആളുകളെ എന്താണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തുടങ്ങി.
അത് മാത്രമാണോ? അല്ല. എന്താണ് പല രാജ്യങ്ങളും നമ്മളെന്താ അമേരിക്ക പോലത്തെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യമൊക്കെ എന്താണ് അമേരിക്കനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്താ പല രാജ്യങ്ങളെ ഇത് അഫക്ട് ചെയ്ത് തുടങ്ങി. ആൻഡ് എന്താണ് മാർക്കറ്റിലെ ഗുഡ്സിന്റെ ഡിമാൻഡ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാരണം എന്താ ആളുകളുടെ പൈസ ഇല്ലാണ്ടായി അല്ലെ. പൈസ എന്താണ് ഉള്ളതൊക്കെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടിട്ടു. ആ സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തം തകർന്ന് തരിപ്പണമായി. നമ്മൾ ബാങ്കിൽ നിന്ന് പിൻവലിച്ചു. എന്നിട്ട് നമുക്ക് എന്താ പൈസ ഇല്ലാണ്ടായി. അതുപോലെ എന്താ ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടമായി. അങ്ങനെ പല പ്രശ്നമായി എന്നാണ് പറയുന്നത്. നോക്കി, the Great Depression of 1929 and the subsequent years shows the output and employment levels in the country of Europe and North America fall by huge amount. യൂറോപ്പിലെയും നോർത്ത് അമേരിക്കയിലെയും ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ലെവൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്നൊക്കെ ഇറ്റ് അഫക്റ്റഡ് അതർ കൺട്രീസ് ഓഫ് ദി വേൾഡ് ആസ് വെൽ. പല രാജ്യങ്ങളെയും അമേരിക്കനെ മാത്രമല്ല അഫക്ട് ചെയ്തത്, പല രാജ്യങ്ങളും ഇത് അഫക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് നോക്കി, ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഇൻ ദ മാർക്കറ്റ് വാസ് ലോ. ഗുഡ്സിന്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. മെനി ഫാക്ടറീസ് വേർ ലൈങ് ഐഡിൽ. നമ്മൾ പറഞ്ഞു എന്താണ് ഫാക്ടറീസ് എല്ലാം ഫുൾ പവറിലാണ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. ആന മണ്ടത്തരാന്ന് നമുക്ക് മനസ്സിലായി. കാരണം എന്താ ഫാക്ടറീസ് ഒക്കെ എന്താ സ്റ്റാഗ്നന്റ് ആയി, ഒരു ഗ്രോത്തും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയി, ഒരു പ്രോഫിറ്റും കിട്ടാത്തൊരു സിറ്റുവേഷൻ ആയി. ആൻഡ് നോക്കിയേ, വർക്കേഴ്സ് വേർ ത്രോൺ ഔട്ട് ഓഫ് ജോബ്സ്. എല്ലാവരും എന്താണ് ജോലിയിൽ നിന്ന് പിരിച്ചു വിടാനായിട്ട് തുടങ്ങി. അത് മാത്രമല്ല നമ്മളെ USA അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നോക്കുവാണെങ്കിൽ ഓക്കെ, തൊഴിലില്ലായ്മയുടെ എന്താണ് തൊഴിലില്ലാത്ത ആളുകളുടെ ആ ഒരു കണക്കെടുത്ത് നോക്കിയപ്പോൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നമ്മൾ എടുത്തു നോക്കിയപ്പോൾ 1929 വെറും 3% ആളുകൾക്ക് മാത്രമേ ജോലി ഇല്ലാതിരുന്നുള്ളൂ. അതായത് 100 പേരെടുക്കുകയാണെങ്കിൽ അതിൽ വെറും 3 പേർക്ക് മാത്രമേ ജോലി ഇല്ലാതിരുന്നുള്ളൂ. പക്ഷെ 1933 ആയി, എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ആ 3%ൽ നിന്ന് അത് 25% ആയിട്ട് കൂടി എന്നാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞു, പക്ഷെ കൂടി. എന്താണ് നേരത്തെ 100 പേരിൽ 3 പേർക്ക് മാത്രമേ ജോലി ഇല്ലാതിരുന്നുള്ളൂ. ഇപ്പൊ നോക്കുവാണെങ്കിൽ എന്താണ് 100 പേരിൽ 25 പേർക്കും ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയി. അപ്പൊ അവര് നേരത്തെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ എന്താണ് ക്ലാസിക്കൽ ട്രഡീഷൻ ആന മണ്ടത്തരം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതുപോലെ നമ്മൾ പറഞ്ഞു ഓവർ പ്രൊഡക്ഷൻ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ആ ഓവർ പ്രൊഡക്ഷൻ എന്താ സംഭവിച്ചെന്നറിയാം? എന്താണ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. എന്താണ് നമ്മുടെ ഔട്ട്പുട്ട്, ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട്, അതായത് ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് 33% ആയിട്ട് കുറഞ്ഞു. എന്താണ് 33% ആയിട്ട് കുറഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഇക്കോണമി മൊത്തം തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു അവസ്ഥയായി. എന്തൊക്കെയാ വന്നത് നോക്കിയേ, പല ആളുകളും ജോലിയിൽ നിന്ന് ജോലിക്കാരെ വർക്കേഴ്സിനെ പറഞ്ഞു വിട്ടു. അതേപോലെ തന്നെ എന്താണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 3% 25% ആയിട്ട് കൂടി. അതേപോലെ ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്താ 33% ആയിട്ട് കുറഞ്ഞു. നോക്കിയേ, വർക്കേഴ്സ് ലോസ് ദെയർ ജോബ്സ്, അൺഎംപ്ലോയ്മെന്റ് rate rose from 3% to 25%. Aggregate output fell by 33%. എന്തൊക്കെയാണല്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ എന്താ എക്കണോമിക്സുകൾക്ക് മനസ്സിലായി. ഈ ഒരു സംഭവങ്ങളൊക്കെ വന്നപ്പോൾ എക്കണോമിക്സുകൾക്ക് മനസ്സിലായി നമ്മുടെ ചിന്തിക്കുന്ന രീതി, നമ്മുടെ ചിന്താഗതി തെറ്റാണ്. ഈ ചിന്താഗതി മാറ്റണം, നമ്മൾ പുതിയ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയേ മതിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത്രയും നാൾ നമ്മുടെ ഈ USA അൺഎംപ്ലോയ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് പേർക്ക് അവരുടെ ജോലി നഷ്ടമായിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് എന്താ അങ്ങനെ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. നമ്മൾ പുതിയ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് എന്താണ് നമ്മുടെ ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്താണ് ആ ഒരു എന്താണ് എക്കോണമിയുടെ ഗ്രോത്ത് എങ്ങനെ കൊണ്ടുവരാം, ഇക്കോണമിയുടെ ആ ഒരു വളർച്ച, ഡെവലപ്മെന്റ് എങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ചിന്തിച്ച് അദ്ദേഹം എന്താണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറഞ്ഞൊരു ബുക്ക് 1936 പബ്ലിഷ് ചെയ്തു. ഇതിലൂടെയാണ് അദ്ദേഹം പറഞ്ഞു എന്താണ് ഒരു എക്കോണമി എന്ന് പറയുമ്പോൾ എന്താണ് ആ എക്കോണമിയുടെ ഗ്രോത്തും കാര്യങ്ങളും നമ്മൾ നോക്കണം. അത് മാത്രമല്ല ആ എക്കോണമിയിലെ എല്ലാ സെക്ടേഴ്സിനും എന്താണ് അതിൻ്റെതായിട്ടുള്ള ഇന്റർ ഡിപ്പെൻഡൻസും കാര്യങ്ങളും ഒക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സ് വന്നത് എന്നാണ് പറയുന്നത്. നോക്കിയേ, സം മേജർ ഇവന്റ്സ് മെയ്ഡ് എക്കണോമിസ്റ്റ് റീതിങ്ക് ഹൗ ദി എക്കോണമി വർക്ക്സ്. അവർക്ക് മനസ്സിലായി തുടങ്ങി എന്താണ് ഇങ്ങനെയൊന്നുമല്ല എക്കോണമി വർക്ക് ചെയ്യണം, വേറെ രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായി. ദേ റിയലൈസ് അൺഎംപ്ലോയ്മെന്റ് ക്യാൻ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം ആൻഡ് ദിസ് നീഡ് ആൻ എക്സ്പ്ലനേഷൻ. ഈ അൺഎംപ്ലോയ്മെന്റ് ഇത്രയും ഇങ്ങനെ വരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണം. അതുപോലെ തന്നെ എന്താണ് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടണം. ഇതിനൊരു പോംവഴി നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് പ്രതിവിധിയായിട്ട്, ഇതിന് പോംവഴിയായിട്ട്, ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് നമ്മുടെ JM കെയ്ൻസ് ചേട്ടൻ എന്താണ് ബുക്ക് എഴുതി അല്ലെ. 1936 ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ആ ബുക്കാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്നത്. ആ ബുക്കിലൂടെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു he studied the economy as a whole and showed how different sectors are connected. അദ്ദേഹം പറഞ്ഞു എന്താണ് ഇക്കോണമി ആസ് എ ഹോൾ അദ്ദേഹം പഠിച്ചിട്ട് അതേപോലെ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഇക്കോണമിയിലുള്ള എല്ലാ സെക്ടേഴ്സും എന്താണ് ഇന്റർ കണക്റ്റഡ് ആണ്, തമ്മിൽ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പൊ എന്താണ് ഇക്കോണമിനെ മൊത്തത്തിൽ നമ്മൾ പരിഗണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്ത് വന്നത്
മാക്രോ എക്കണോമിക്സ് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതിയാൽ മതി. നമ്മുടെ എന്താണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മാക്രോ എക്കണോമിക്സ് ചോദിക്കുകയാണെങ്കിലും അതേപോലെ ഗ്രേറ്റ് ഡിപ്രഷൻ 1929 ചോദിക്കുകയാണെങ്കിലും സെയിം ആൻസർ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വീഡിയോ കാര്യങ്ങളോ വേണമെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.